അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തില് ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല കൊണ്ട് ഇട്ടപ്പോൾ ആ നിസ്കാരം ബാത്തിലായ അത് എന്താണ് അതിന്റെ ഹുക്ം? നിസ്കാരത്തിലല്ല സംഭവിച്ചത്, അപ്പോൾ അത് ബാത്തിലാവോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദ്വാരക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മക്കാ മുശ്രിക്കുകളായ ചില തമ്മാടികൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടു. അപ്പൊ നിസ്കാരം ബാത്തിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിച്ച് അത് എടുത്തു വിടാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ടോ മറ്റോ സ്വന്തം എടുത്തിടാതെ കണ്ടു നിന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ശത്രുക്കളെ പേടിച്ചിട്ട് അദ്ദേഹവും എടുത്തിടാതെ ഫാത്തിമ ബീവിയുടെ അരികെ ചെന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വന്നു അതെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്തി അവർക്കെതിരെ പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പോ അതുകൊണ്ട് നിസ്കാരം ബാത്തിലായിട്ടില്ല എന്ന് വരൂല. മനസ്സിലായില്ലേ? സ്വയം പ്രവൃത്തി കൊണ്ടല്ലെങ്കിലും നജസിന്റെ കൊടൽമാല ഇട്ടത് കൊണ്ട് നിസ്കാരം ബാത്തിലായിട്ടില്ല. എന്തുകൊണ്ട്? അവിടുന്ന് തല ഉയർത്തിയതിനു ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹിയ്യാത്ത് ഓതി പൂർത്തിയാക്കി സലാം വീട്ടി എന്ന് കാണുന്നില്ല. പറയുന്ന റിവായത്തുകളിലൊക്കെ ഉള്ളത് തല ഉയർത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന തമ്മാടികളായ അക്രമികൾക്കെതിരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ ഇബ്നു ഹിശാം എന്ന് തുടങ്ങി അബൂജഹൽ ഉൾപ്പെടെയുള്ള ഏതാനും ആളുകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ അവരെ നീ പിടികൂടണേ എന്ന് ദുആ ചെയ്തു എന്നും ആ ദുആ കേട്ടപ്പോൾ അവരെല്ലാം പേടിച്ച് വിറച്ച് നിലത്ത് കടന്നു എന്നുമാണ് ചരിത്രത്തിൽ. അപ്പോ അതുകൊണ്ട് ബാത്തിലാവൂല എന്ന് പറയാൻ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പിന്നെ പൂർത്തിയാക്കി എന്ന് ഒരു ഹദീസിലും കണ്ടിട്ടില്ല. പിന്നെ മറ്റൊന്ന്, അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള നിയമങ്ങളാണ്. നിസ്കാരത്തിൽ തന്നെ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആദ്യകാലത്ത് നിസ്കാരത്തിൽ സലാം പറയലും സലാം മടക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ദുന്യവിയായ സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളോട് ഇടക്ക് സംസാരിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അത് മൻസൂഖായി പോയതാണ്. അങ്ങനെയാണ് പണ്ട് ഹബശയിലേക്ക് ഹിജറ പോയിരുന്ന സഹാബത്ത് തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെത്തിയത്. അവര് സാധാരണ പോലെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞു. നബി തങ്ങൾ സലാം അടക്കിയില്ല. അത് അവർക്ക് വലിയ സങ്കടമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, അല്ലാഹു തആല അവന്റെ ദീനിൽ നിയമങ്ങൾ അവൻ ഉദ്ദേശിച്ചതനുസരിച്ച് പുതുക്കിക്കൊണ്ടിരിക്കും. മുമ്പ് സംസാരിക്കാമായിരുന്നെങ്കിലും ഇപ്പോൾ നിസ്കാരത്തിൽ സംസാരം അല്ലാഹു തആല വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയും ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബാക്കി പൂർത്തിയാക്കി നിസ്കരിച്ചു എന്ന് റിവായത്തിൽ ഇല്ലാത്തടത്തോളം അത് നിസ്കാരം ബാത്തിലായിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിലവിലുള്ള ഹുക്കുമ് നജസ്, അങ്ങനെയുള്ള നജസുകൾ ചുമന്നാൽ നിസ്കാരം ബാത്തിലാവും തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സംശയം, നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജമാഅത്തുണ്ട്, മറലിയില്ലാത്ത ജമാഅത്തുണ്ട്. കാരണം ഇപ്പം ഫിത്തിനെ പേടിക്കുന്ന സമയത്ത് വിവാഹത്താണെങ്കിൽ അവിടെ ജമാഅത്ത് തുടർന്നതിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ച ഫിത്തിനെ ഭയപ്പെടുന്ന സമയത്താണെങ്കിൽ ആ ജമാഅത്തിൽ കൂടുകയും സുന്നത്തായ നിസ്കാരം കരുതുകയും ചെയ്തതിനു ശേഷം അവർ സലാം വീട്ടിന് ശേഷം അത് സുന്നത്തായി നമുക്ക് സലാം ഫർള് പോലെ അഭിനയിച്ച് സുന്നത്തായി സലാം വീട്ടുക, എന്നിട്ട് ഫർള് തുടരാൻ പറ്റുമോ ഇല്ല അവരെ തുടരേണ്ടതുണ്ടോ? എന്താണ് അവിടുത്തെ മസാല എന്ന് പറഞ്ഞ വളരെ ഉപകാരമായിരുന്നു. ഒരു ചോദ്യം കൊണ്ട് ഇത് കഴിഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും.
ഇന്നലെ പറഞ്ഞ ചോദ്യമല്ലേ? ഇന്നലെയും അതേ ഏകദേശം സമാനമായ ചോദ്യം തന്നെ ആയിരുന്നല്ലോ ഇന്നലെയും ഉണ്ടായിരുന്നത്. പുതിയ ആളുകൾ പുറമെന്ന് വന്ന് ചോദിക്കുമ്പോഴല്ലല്ലോ തങ്ങൾ പാപ്പ മഹദൂറായ ചില സ്ഥലത്ത് ഫിത്നയെ ഭയപ്പെടുന്നിടത്ത് തുടരുന്ന ജമാഅത്ത്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. സഹീഹാകാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിയ്യത്തിൽ തുടരാതെ ഫീലിൽ തുടരാം. ഇനി മുബത്തദി ആണെങ്കിൽ തന്നെയും വാഹിറിൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും അയാൾ ചെയ്യുന്നതായിട്ട് ബോധ്യം വരാത്ത സാഹചര്യത്തിൽ തുടരുകയും ചെയ്യാം. പക്ഷേ പ്രതിഫലം കൊണ്ട് നോക്കുമ്പം ഒറ്റക്ക് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടൂല. കാരണം ആ തുടർച്ചയേക്കാൾ അഫ്ദൽ ഒറ്റക്ക് നിസ്കരിക്കലാണ് എന്നല്ലേ പറഞ്ഞ്. അവിടെ ഫിത്നയെ ഭയപ്പെട്ടാൽ അവിടെ തുടർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സുന്നത്താണെന്ന് കരുതിക്കൊള്ളണം എന്നൊന്നുമില്ല. ഫർള് എന്നുള്ള നിലയ്ക്ക് തന്നെ തുടരാം. തുടർച്ച സഹിയാകും. ബാത്തിലാവുന്ന കാര്യങ്ങൾ ബാഹിറിൽ ഒന്നും ചെയ്യുന്നതായി കാണാത്തോടത്തോളം തുടർച്ച സഹിയാകും. അങ്ങനെ തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂലെങ്കിലും നിസ്കാരം സഹിയാവും. പിന്നെ ഇപ്പൊ അവിടെ സുന്നത്ത് കരുതി ഫർദ് നിസ്കരിക്കുന്നവനോട് സുന്നത്ത് കരുതി തുടരുക എന്ന് പറയുന്നത് കറാഹത്താണ്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്കൊരു ചെറിയ ഒരു ചോദ്യമുണ്ട്. ഈ ഒത്തിസാരി നജസിൻ ലാ യുഫാനുഹു ഇല്ലാ ഇൻ ദഫഉ ഹാലൻ ഇല്ലാ ഇൻ കശഫ റീഹുൻ ഫയസ്തു ഹാലൻ. ഈ ഹാല് എനിക്കൊരു സമയമുണ്ടോ? ഇപ്പൊ സാധാരണ ഒരു വസ്ത്രം മുഴുവനും അങ്ങനെ കഴിഞ്ഞു പോകണം. അപ്പൊ അത് ഉടുത്ത് കഴിഞ്ഞ് ശരിയ അനക്കത്തോടു കൂടെ അധികരിച്ച പ്രവൃത്തി ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ, അപ്പൊ ഈ ഹാല് എന്ന് പറയുന്ന എനിക്ക് എത്ര സമയം എന്ന് കണക്കുണ്ടോ എന്നറിയാനാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ശബ്ദം തീരെ കുറവാണ് സൂര്യ. നിങ്ങൾ എന്താണ് ശബ്ദം കുറച്ച് സംസാരിച്ചിട്ടാണോ അതല്ല മൈക്കിന് ശബ്ദം കുറവുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഹാല് എന്ന് പറഞ്ഞത് ഉറുഫ് കണക്കാക്കുന്ന ഹാലാണ്. അല്ലാതെ ഇനി ഇത്ര സമയം എന്ന് പറയാൻ പറ്റില്ല. ഉടനെ എന്ന് പറയാൻ ഉറുഫിൽ പറയാൻ പറ്റുന്ന സമയം. വസൂറത്തു ദഫഇ ഹാലൻ അൻ യുൽഖിയ സൗബ ഫീമാ ഇദാ കാന റത്ബൻ വയൻഫദഹു ഫീമാ ഇദാ കാന യാബിസൻ വലാ യജൂസു ലഹു അൻ യുൻഹിയഹാ ബിയദിഹി ഔ കുമ്മിഹി. അപ്പൊ ഹാലൻ എന്ന് പറഞ്ഞാൽ അത് ഉറുഫിൽ ഉടനെ എന്ന് പറയാൻ പറ്റുന്ന ഖദർ. അതാണ് ഇപ്പൊ ഇതിന്റെ കണക്ക്. അല്ലാതെ ഇത്ര സമയം എന്ന് കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അത് നജസായ ഉടനെ ഒഴിവാക്കി അല്ലെങ്കിൽ ഔറത്ത് വെളിവായ ഉടനെ മറച്ചു എന്ന് ഉറുഫിൽ പറയാൻ പറ്റുന്ന അതാണ് ഹാല്. അത് ഈ നിസ്കാരത്തിൽ ഇപ്പൊ നമ്മൾ നെയ്യത്തില് സംശയം വന്നെന്ന് പറഞ്ഞ് ഫറളാണോ അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്തിൽ സംശയം വന്നു കഴിഞ്ഞ് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഇപ്പോൾ 1-2 ഫറള് കഴിഞ്ഞതിന് ശേഷം ഫറളോ ഫറള് കഴിഞ്ഞതിന് ശേഷം സംശയം വന്നാൽ നമ്മൾ വീണ്ടും പിന്നെ ആദിക്കുന്ന, അതായത് വീണ്ടും പിന്നെ ഔലിയ ഫറള ഫാത്തിഹാണെങ്കിൽ ആദിക്കുന്ന ഓതിയാൽ മതി. അങ്ങനെയൊക്കെ ശരിക്കും മനസ്സിലായില്ല. ഒന്നും കൂടി മനസ്സിലാക്കി തരാണ്. മനസ്സിലാക്കി ബൈക്ക് കിട്ടാനുള്ള പ്രയാസം. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് ഉദാഹരണം പറയാം, ഫാത്തിഹ ഓതുന്ന സമയത്ത്, ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാല് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതിയപ്പോ അവിടെ എത്തിയപ്പോ ഇയാൾക്കൊരു സംശയം, ഞാൻ ളുഹ്ർ എന്ന് കരുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട എന്ന് കരുതിയിട്ടുണ്ടോ ഒരു സംശയം. ആ സംശയം വന്നാൽ അവിടെ പിന്നെ ആ സംശയത്തോടു കൂടി ഓതരുത്. അതാ വേണ്ടത്. സംശയത്തോടു കൂടി ഓതരുത്. ഇയ്യാക നഅ്ബുദു എന്നോടത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക. എന്നിട്ട് ആലോചിച്ച് കുറച്ച് ഫർള് കരുതിയാണ്. അധികം താമസിക്കാതെ ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ഖദറിന്റെ സമയമായപ്പോഴേക്ക് എന്തായി,
ഇയാൾക്ക് ശരിക്കും നിയ്യത്ത് ചെയ്തിരുന്ന ഓർമ്മ വന്നു. എന്നാ പിന്നെ ഇയാക്കൻ അഅ്ബുദു ഇയ്യാക നസ്തഈൻ മുതൽ ആടും. അതല്ല, ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോ സംശയം വന്നു. ആ സംശയത്തോടു കൂടി ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് ഓതി. അപ്പോക്ക് ഇയാൾക്ക് ശരിയായിട്ട് എന്താണ് നിയ്യത്ത് ചെയ്തിരുന്ന ഉറപ്പ് വന്നു. എന്നാ രണ്ടാമത് എന്തു വേണം? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് മടക്കി ഓതണം. കാരണം എന്താ? ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞപ്പം ഇയ്യാക നസ്തഈൻ പറയുന്നതിന്റെ ഇടക്ക് നമുക്ക് ഈ ശരിക്കാണോ നിയ്യത്ത് എന്നുള്ള ഒരു സംശയം വന്നപ്പോ ആ സംശയത്തോടു കൂടി ഇയ്യാക നസ്തഈനും കൂടി ഓതിയല്ലോ. ആ സംശയത്തോടു കൂടി ഓതിയ എണ്ണപ്പെടൂല. ഉടനെ ഓർമ്മ വന്നു, ശരിക്ക് ഫർളായ ഓറ് തന്നെ കരുതിയെന്ന് ഉറപ്പ് വന്നു. എന്നാ പിന്നെ ആ സംശയത്തിന്റെ സമയത്ത് ഓതിയത് എന്താക്കുക? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് രണ്ടാമത് ഓതുക. എന്നാ കുഴപ്പമൊന്നുമില്ല. ആ സംശയത്തോടു കൂടി ഓതിയത് മടക്കി ഓതിയില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മുതൽക്കാണ്ട് ഓതിപ്പോയി. എന്നാ നിസ്കാരം ബാത്തിലാ. അത് കാരണം എന്താ ബാത്തിലാകാൻ കാരണം? ഈ സംശയത്തോടു കൂടി നമ്മളൊരു ആയത്ത് അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ പൗതി ഭാഗം ഓതിയല്ലോ, അത് എണ്ണൂല. അപ്പൊ ഫാത്തിഹ മുഴുവനായി ഓതിയില്ല, ഫാത്തിഹന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടു എന്ന്. അതാണ് അവിടെ ബാത്തിലാകാൻ കാരണം. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയല്ല, കുറെ സമയം നീണ്ടുന്നാലോ? കുറെ സമയം നീണ്ടു നമസ്കാരം ബാത്തിലാവും. ബാത്തിലാകത്തോടത്താണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ കുറെ സമയം സംശയം നിന്നാലും ബാത്തിലാവും. കുറച്ച് സമയം തന്നെ നിന്നിട്ടുള്ളൂ. ആ സമയത്ത് ഓതിയ ഭാഗം സംശയം തീർന്നതിന് ശേഷം മടക്കി ഓതണം. മടക്കി ഓതാതെന്നാൽ ബാത്തിലാവും. അവിടെ ബാത്തിലാകാൻ കാരണം ഈ സംശയത്തോടു കൂടി ഓതിയ ആ ആയത്ത് അല്ലെങ്കിൽ ആയത്തിന്റെ ഭാഗം ഫർളാണല്ലോ പോയി, അത് എണ്ണാതെ പോവും. അപ്പൊ ഫാത്തിഹ മുഴുവനായിട്ട് ഓതലാണല്ലോ ഫർദ്. അപ്പൊ ഫാത്തിഹ മുഴുവനായില്ല എന്നത് കൊണ്ടാണ്. അപ്പൊ അത് മടക്കി ഓതിയാൽ കുഴപ്പമില്ല. മടക്കി ഓതാതിരുന്നാൽ ബാത്തിലാവും. അപ്പൊ അങ്ങനെ സംശയം നേരിട്ടാ വേണ്ട എന്താണ്? ആ സംശയത്തോടു കൂടി ഓതാതിരിക്കുക. ഉദാഹരണം ഇയ്യാക നഅ്ബുദു എന്നോർത്ത് ആണ് നമുക്ക് ഈ സംശയം വന്ന് എന്നാ അവിടെ നിൽക്കുക. വേഗം ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദറിൽ ശരിക്കും നിയ്യത്ത് ചെയ്തിരുന്ന് ഓതിയാൽ പിന്നെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് ഓതി പോയാൽ മതി. സംശയത്തോടു കൂടി ഓതുകയാണെങ്കിൽ രണ്ടാമത് അത് മടക്കി ഓതി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ആ സംശയത്തോട് ഓതിയ സമയം ഓതിയത് എണ്ണപ്പെടാത്തത് കൊണ്ട് ഫാത്തിഹ പൂർത്തിയാവൂല. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാകാതെ നമസ്കാരം ബാത്തിലാവും ചെയ്യുമല്ലോ. അസ്സലാമു ഉസ്താദെ, ഒരു കുട്ടി യതീമാവും എന്നുള്ളത് എത്ര കൊല്ലത്തോളം എന്നുള്ളതാണ് ഉസ്താദ്? 15 കൊല്ലത്തോളം എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി. എന്നാൽ ഈ 20 കൊല്ലമായ പെൺകുട്ടിക്ക് മംഗലം കഴിയുന്ന സമയത്ത് ചില പള്ളികളിൽ പിരിവാക്കലുണ്ട്. യതീമായ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി പണം പിരിക്കുന്നെന്ന്. ഈ കുട്ടിയെ പറ്റി യതീമെന്ന് പറയാമോ? ഇങ്ങനെ പണം ഉണ്ടാക്കാമോ എന്നുള്ളതാണ് ഉസ്താദ്. അതിപ്പോ നമ്മൾ നിസ്കാരത്തിൽ നിന്നൊക്കെ പുറത്തുപോയി വേറെ വിഷയമാണ്. എന്നാലും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. യതീമ് എന്നത് ശറഇൽ നിയമപരമായി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ പറയുള്ളൂ. ആണായാലും പെണ്ണായാലും പ്രായപൂർത്തി എത്തിയാൽ പിന്നീട് യതീമ് എന്ന് ശറഇന്റെ സാങ്കേതിക ഭാഷയിൽ പറയില്ല. അതിപ്പോ 15 വയസ്സായാലും വേണ്ടിയില്ല, 15 വയസ്സിന്റെ മുമ്പ് പ്രായപൂർത്തി എത്തുന്നതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മെൻസസ് ഉണ്ടായി, പെൺകുട്ടികളാണെങ്കിൽ മെൻസസ് ഉണ്ടായി, 9 വയസ്സിന് ശേഷം മെൻസസ് ഉണ്ടാവാലോ. അതല്ലെങ്കിൽ സ്ഖലനം ഉണ്ടായി, അതുകൊണ്ടൊക്കെ പ്രായപൂർത്തിയാവും. ഇപ്പൊ ഒരു 10 വയസ്സായ ഒരു കുട്ടിക്ക് സ്ഖലനം ഉണ്ടായി, എന്നാലും കുട്ടിക്ക് പ്രായപൂർത്തിയായി യതീമല്ല. അതല്ലെങ്കിൽ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മെൻസസ് ഉണ്ടായി, എന്നാ അവിടെ മുതൽ ആ കുട്ടി യതീമല്ല. അത് നിയമപരമായ വശം. അപ്പൊ യതീമുകൾക്ക് വേണ്ടി നേർച്ചയാക്കിയത് ഈ പ്രായപൂർത്തി എത്തിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. എന്നാൽ നിങ്ങളെ ചോദ്യത്തിൽ പറയുന്നത് വേറെ വിഷയം. വാപ്പ മരണപ്പെട്ടു പോയി അനാഥയായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കല്യാണം കഴിയേണ്ട സമയമായി, കുട്ടിക്ക് പ്രായപൂർത്തി എത്തി 18, 20, 22 ഒക്കെ വയസ്സാണ്. ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സഹായാഭ്യർത്ഥന നടത്തുമ്പോൾ യതീമായ കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാറുണ്ട്. ആ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് യതീമക്കൾക്ക് നേർച്ചയാക്കിയത് അവർക്ക് കൊടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഈ പറയുന്നതിന്റെ അർത്ഥം യതീമായിരുന്ന വാപ്പ മരണപ്പെട്ടു പോയ അനാഥയായ ഒരു കുട്ടി, ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, ആ കുട്ടിയെ കല്യാണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന്. അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് മാക്കാനന്റെ എത്തിബാർ എന്നാണ് അതിന് പറയാം. മജാസ് എന്ന് പറയും, അലങ്കാരിക പ്രയോഗമാണ്. ഇപ്പോൾ എത്തീമല്ലെങ്കിലും
മുമ്പ് യത്തീമായിരുന്ന കുട്ടി ഇന്നും ബാപ്പയില്ലാത്തതിന്റെ പേരിൽ സമൂഹം പ്രത്യേകം പരിഗണിക്കേണ്ട സാഹചര്യത്തിലുള്ള കുട്ടിയാണ് എന്നുള്ളൊരുത്തരെ ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഉണ്ടാവുള്ളൂ. ആ ഉദ്ദേശത്തോടു കൂടി യത്തീം കുട്ടിനെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞ് പിരിവെടുക്കുന്നത് കൊണ്ടോ സഹായം കൊടുക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല, അതിന് കൂലിയിട്ടും. പക്ഷേ യത്തീമിന് എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയാൽ ശറയിൽ യത്തീമായവർക്ക് മാത്രമേ അത് ബാധകമാവുള്ളൂ. അത് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ളവർ മാത്രമേ യത്തീമാവുള്ളൂ. ബാപ്പ മരിച്ച കുട്ടിയെ യത്തീമാവുള്ളൂ. ഉമ്മ മരിച്ചു എന്നതുകൊണ്ട് ഒരു കുട്ടി യത്തീമാവൂല. ഇനി ബാപ്പ മരിച്ച കുട്ടി തന്നെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ യത്തീമാവൂല. അത് നേർച്ച പോലെയുള്ള യത്തീമാക്കൾക്ക് മാത്രമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പൊ യത്തീം ഖാനയ്ക്ക് നമ്മൾ യത്തീം കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയാൽ യത്തീം ഖാനയിൽ കൊടുക്കുമ്പോൾ നല്ലോണം കരുതുക. അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും അത് ശ്രദ്ധിക്കുക. കുട്ടികൾ ചേരുമ്പോ ഒക്കെ യത്തീം കുട്ടികൾ തന്നെ ഇരിക്കാരം. പിന്നെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും +1ലും +2ലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയാണ് അയക്കാറ്. എന്നിട്ട് ഈ യത്തീം കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം അവർ യത്തീമുകളല്ലല്ലോ. അതേ സമയത്ത് ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ട് അറിഞ്ഞുകൊണ്ട് യത്തീം ഖാനയിലേക്ക് എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയാൽ ഒക്കെ കൊടുക്കും ചെയ്യാം. അവിടെ വ്യത്യാസം. യത്തീം ഖാന എന്ന് പറഞ്ഞതിൽ യത്തീം ഇപ്പോൾ യത്തീമായവരും യത്തീമായിരുന്നവരും ഉൾപ്പെടും. അതെ. അപ്പൊ യത്തീം ഖാനയ്ക്ക് എന്ന് പറഞ്ഞ് നേർച്ചയാക്കുന്നത് ഈ കുട്ടികൾക്കും കൂടി കൊടുക്കാം. അതേ സമയത്ത് യത്തീം കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയത് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ബാപ്പ മരിച്ചുപോയ കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി യത്തീമായ കുട്ടി എന്ന് പറയുന്നത് യത്തീമായിരുന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിൽ അലങ്കാരികമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഫലാ മൈക്ക് ഉണ്ടെങ്കിൽ മൈക്ക് എടുക്കാത്ത മൈക്ക് എടുക്കാം. സ്ഥലം സംശയം ഇപ്പൊ സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോഴേ അധികം ആളുകളും മടിമാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ അധികം സലാം പറയുമ്പോൾ ചില ആൾക്കാർ A എന്ന് എഴുതും, അല്ലെങ്കിൽ മടക്കുമ്പോൾ WSWR എന്നൊക്കെ എഴുതുന്നതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ സലാം എന്ന് എഴുതുന്നതാണ്. ചില ആൾക്കാർ കൈകൊണ്ട് ഞാൻ വണ്ടിയൊക്കെ പോകുമ്പോൾ കൈകൊണ്ട് കാണിക്കുന്നതാണ്. ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ A എന്നോ അങ്ങനെ ഷോർട്ട് ഫോം ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആ സലാം മടക്കേണ്ടതുണ്ടോ? ആ മടക്കൽ കേട്ടവർക്കുള്ള നിർബന്ധമുള്ളൂ. അപ്പൊ ഇത് ആ മസലയിൽ പെടുമോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച വളരെ ഉപകാരമായിരുന്നു. പക്ഷെ അത് വിഷയസംബന്ധമായതല്ലാതുകൊണ്ട് ഇന്നത്തെ അല്ലാത്ത ആണെങ്കിലും കുറെ ആൾക്കാർ അതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഒക്കെ. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശറഈയായ സലാം, മശ്റൂആയ സലാം കേട്ടാലേ മടക്കൽ വുജൂബുള്ളൂ. മനസ്സിലായേ? മശ്റൂആയ സലാം കേട്ടാലേ സലാം മടക്കൽ വുജൂബുള്ളൂ. അല്ലാതെ ഒരാള് തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ സലാം കേൾക്കാതെ കണ്ടതിന് വേണ്ടിയിട്ട് സലാം മടക്കുകയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഷോർട്ട് ഫോം എഴുതി അതിന് സലാം അടക്കുകയോ ഒന്നും ചെയ്യൽ സലാം അടക്കുക എന്നുള്ളവർക്ക് വുജൂബില്ല. സലാം ചൊല്ലുക എന്നുള്ള സുന്നത്തും അതിന് കിട്ടൂല. സലാം ചൊല്ലുക, അത് കേൾക്കുക, കേട്ടവർ മടക്കുക. അതേ സമയത്ത് വാക്കാൽ മടക്കിയിട്ട് നമ്മൾ മടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഷോർട്ട് ഫോം അടിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ വാക്കാൽ വലൈക്കും അസ്സലാം പറഞ്ഞു, എന്നാലും നമ്മൾ ഈ കൂട്ടത്തിൽ സഹകരിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നു, സ്ക്രീനിൽ ടെസ്റ്റ് അടിക്കുന്നു. അതിലിപ്പോ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാ. ഇനി അതല്ലാതെ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എന്തെഴുതുന്നു, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഓരോന്നിനും 3W ഇട്ടിട്ട് അതിന്റെ ചുരുക്കം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, സലാം മടക്കുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മടക്കണം. അത് മടക്കുക മറ്റുള്ളവർ ഇത് അറിയില്ലല്ലോ. നമ്മള് അതിപ്പോ ഏതുപോലെ എന്ന് വെച്ചാല് വണ്ടിയിൽ പോകുന്ന ഒരാള് നിൽക്കുകയോ ഇരിക്കുകയോ നടക്കുകയോ ചെയ്യുന്ന ആൾക്ക് സലാം പറഞ്ഞാൽ ഇവര് മടക്കണല്ലോ. ഈ മടക്കുമ്പോ കൈ കൊണ്ട് ഇഷാർത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറയും. മടക്കൽ നാവ് കൊണ്ട് തന്നെ മടക്കണ്ടത്, പക്ഷേ കൈകൊണ്ട് ഇഷാർത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇവിടുന്ന് സലാം മടക്കുന്നത് ഈ വണ്ടി ഓടുന്ന വണ്ടിയിൽ പോകുന്ന ആൾക്ക് നമ്മൾ സലാം മടക്കുന്നത് ചിലപ്പോൾ കേൾക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കേൾക്കാവുന്ന രീതിയിൽ മടക്കുന്ന കൂട്ടത്തിൽ കൈകൊണ്ടൊന്ന് ഇഷാർത്തും ചെയ്താൽ എന്താവും, ഈ കൈകൊണ്ട് ഇഷാർത്ത് ചെയ്യുന്നതുകൊണ്ട് ഇവൻ സലാം കേട്ടിട്ടുണ്ടെന്നും മടക്കിയിട്ടുണ്ടെന്നും ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നതുപോലെ നമ്മൾ വാക്കാൽ സലാം മടക്കുക, നമ്മൾ മടക്കിയിട്ടുണ്ടെന്ന് ഈ ചെല്ലിയ ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്താക്കുക, ഈ
ടെസ്റ്റ് അടിക്കുക, അതിൽ തന്നെ ഷോർട്ട് ഫോം അടിക്കുക ഒക്കെ ചെയ്യുക. അതുകൊണ്ട് എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഞാൻ സലാം കേട്ടിട്ടുണ്ട്, അതിന് ഞാൻ സലാം മടക്കി. ഈ മടക്കി എന്നതിന് വണ്ടി പോകുന്നവന് കയ്യോണ്ട് ഇഷാറത്ത് ചെയ്യും പോലെ ഒരു ഇഷാറത്ത് നീപ്പേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അതുകൊണ്ട് മാത്രം മടക്കൽ ആവൂല. മടക്കൽ വാക്കാൽ മടക്കണം. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ ബാത്റൂമിൽ ഇപ്പോൾ ഒരു ക്ലോസറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓത് കൊടുക്കുമ്പോൾ നമുക്ക് മുൻകൈ കഴിയുമ്പോൾ ദിക്കറൊക്കെ ചൊല്ലുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോന്നാണ്. ഒരു വസ്തു എനിക്ക് മനസ്സിലായിട്ടില്ല. ശബ്ദമില്ല, അതിന്റെ പുറമെ ഒരു ഷൂ എന്നുള്ള ഒരു ശബ്ദമാണ് ഉയർന്നു കേൾക്കുന്നത്. ശബ്ദം വ്യക്തമായി കേൾക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. സൗണ്ട് ഞാൻ ഇവിടെ ഉള്ള പരമാവധി 100ക്ക് 100 കൂട്ടി വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ശബ്ദം കൂട്ടി ചോദിക്കണം. ശബ്ദമില്ലാതെ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ ഇന്തിഖാൽ ഇപ്പൊ ഖിയാമ്, റുക്കൂ, ഇഅ്തിദാല് പോലത്തതില് ചില ആളുകളൊക്കെ പെട്ടെന്ന് നിസ്കരിക്കുമ്പോ ഇപ്പൊ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിക്കുകയാണെങ്കിൽ ഈ ഫാത്തിഹ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അത് ചിലപ്പോ റുക്കൂയിലേക്ക് എത്താൻ നേരായിരിക്കും. ആ ഫാത്തിഹ വലല്ലാഹീൻ വരുന്നു, ആ റുക്കൂയിലേക്ക് എത്താൻ നേരായിരിക്കും ആ ഫാത്തിഹ പൂർത്തിയാണ്. അതേ രൂപത്തിൽ ഈ ഇഅ്തിദാൽ ഇപ്പൊ റബ്ബനാ ലക്കൽ ഹംദ് ചെല്ലുകയാണെങ്കിൽ അതോട് ചൊല്ലിക്കൊണ്ട് തന്നെ ചിലപ്പോ സുജൂദിലേക്ക് പോകും. അപ്പോ അവിടെ ഒരു സ്ഥാനത്ത് ഈ ദിക്റുകൾ കൊണ്ടുവരുന്നത് കൊണ്ട് ബാത്തിലാവല് ഉണ്ടാവോ, അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടോ എന്ന് ചോദ്യം. ആയിക്കോട്ടെ, ഒരു ചോദ്യം കൂടി ഉണ്ട് എന്നറിയിക്കുന്നു. ആയിക്കോട്ടെ. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ഫാത്തിഹ ഓതി പൂർത്തിയാകാൻ സമയത്ത് റുക്കൂയിലേക്ക് കുനിഞ്ഞു. ആ റുക്കൂയോട് അടുക്കുന്ന സമയമായിട്ടാണ് ഫാത്തിഹ പൂർത്തിയായതെങ്കിലും നിസ്കാരം സഹിയാവും. കാരണം സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുള്ളവൻ തന്നെ ഇരുന്ന് നിസ്കരിക്കൽ വരെ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കൽ വരെ സഹിയാവുന്നത് കൊണ്ട് റുക്കൂവിന്റെ ഖദറിൽ എത്തിയ സമയത്ത് ഫാത്തിഹ ഓതിയാലും സുന്നത്ത് നിസ്കാരത്തിൽ സഹിയാവും. അതേ സമയത്ത് ഫർള് നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം സഹിയാവൂല. കാരണം ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ ഫർളാണ്. ഫാത്തിഹ ഖിയാമ് എന്ന് പറയുന്ന ഫർളിൽ പൂർണ്ണമായി നിർവഹിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഫാത്തിഹയിൽ നിന്നുള്ള ഒരു ഹർഫെങ്കിലും ഖിയാമിലല്ലാതെ വന്നാൽ ഫർള് നിസ്കാരം സഹിയാവൂല. മറ്റെന്താ, നിങ്ങളെ ചോദ്യം കുറച്ച് തിരക്കും കൂടുതലാണ്, കുറച്ചൊരു വ്യക്തത കുറവും ഉണ്ട്. ഒരു ഭാഗം, ഫസ്റ്റിലെ ഭാഗം ഏതാണ്ട് ഞാൻ കേട്ടതാണ് ഇപ്പൊ പറഞ്ഞത്. ഉസ്താദ്, സ്വലാത്ത് ഇബ്രാഹിം ഈമിയയിലുള്ള ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നുള്ള ചിലർ ഓതുന്നേക്കാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ എന്ന് കൂട്ടിയിട്ട് ഓതുന്നുണ്ട്, അലാ സയ്യിദിനാ ഇബ്രാഹിം എന്ന് കൂട്ടാതെ ഓതുന്നുണ്ട്. അതിപ്പോ എങ്ങനെയാണ് ഉസ്താദ് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാണെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ടും സഹീഹാകുമെങ്കിലും സയ്യിദിനെ കൂട്ടിയിട്ട് ഓതലാണ് അഫ്ളൽ. കാരണം അത് അദബ് അങ്ങനെയാണ്. രണ്ടോർത്തിരും, അതായത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പേര് പറയുമ്പോഴും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴും സ്വന്തം പേര് പറഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ സലാത്ത് സഹിയാകും, നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷേ സയ്യിദിനെ കൂട്ടിയിട്ട് ഓതലാണ് അദബ്. അതുകൊണ്ട് അദബാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് സയ്യിദിനെ കൂട്ടി പറയലാണ് നല്ലത് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ വ്യക്തമായി അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം എന്നിങ്ങനെ സയ്യിദിനെ കൂട്ടിയിട്ട് പറയലാണ് കൂട്ടാതെ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത്. കാരണം അത് ബഹുമാനവും ആദരവും ആണ്, അത് അദബിന്റെ രീതിയാണ്, അതാണ് ഉത്തമം. ഇനി ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്നാണ് ഓതുന്നതെങ്കിൽ നിസ്കാരത്തിന് അതുകൊണ്ട് കുഴപ്പമില്ല, സ്വലാത്ത് ചൊല്ലിയ സുന്നത്ത് കിട്ടും, ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ രണ്ടും പറ്റുമെങ്കിൽ സയ്യിദിനെ കൂട്ടിയിട്ട് പറയലാണ് കൂടുതൽ ഉത്തമം, അതാണ് അദബ്. അസ്സലാമു അലൈക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉസ്താദെ, എനിക്കുള്ള സംശയം, നമ്മൾ പെട്ടെന്ന് നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടെന്ന് നിസ്കരിക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ, ഇപ്പോൾ ഫറള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാവുന്ന ഒരു സന്ദർഭം വന്നാൽ എങ്ങനെയാണ് ഏറ്റവും ഉചിതമായ രൂപത്തിൽ നിസ്കാരം ഫസാദാവാതെ ബാത്തിലാവാതെ നിസ്കരിക്കാൻ കഴിയുക? ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാലും. ഫർള് മാത്രം എടുത്ത് ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ ചൊല്ലി വേഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഫാത്തിഹ ഓതി വലല്ലാഹീൻ ആമീൻ പറഞ്ഞാട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി റുകൂൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ഒരു പ്രാവശ്യം പറയുക, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലി റബ്ബനാ ലക്കൽ ഹംദു എന്ന് മാത്രം പറയുക, വേഗം സുജൂദിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊരു പ്രാവശ്യം പറയാ, ഉയർന്ന് റബ്ബി ഗഫിർലി എന്ന് പറയുന്ന ഖദർ ഇരിക്കുക, രണ്ടാമത് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന ഖദർ മാത്രം സുജൂദ് ചെയ്യുക. അതിന് ശേഷം അടുത്ത റക്അത്തിൽ നേരെ വന്ന് ഫാത്തിഹ ഓതുക, വലല്ലാഹീൻ ആമീൻ പറഞ്ഞ് വേഗം റുകൂഇൽ പോവുക. ഇടയിൽ അത്തഹിയ്യാത്ത് സുന്നത്തുണ്ട്, മുഖ്യതായ സുന്നത്തായതുകൊണ്ട് ചുരുങ്ങി അത്തഹിയ്യാത്ത് ഓതുക. അത്തഹിയ്യാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അത്രയും ചൊല്ലി ചുരുക്കുക. പിന്നെ ബാക്കിയുള്ള 2 റക്അത്തിൽ സൂറത്ത് ഏതായാലും ഓതണ്ടല്ലോ. ഇതുപോലെ അവസാനം അത്തഹിയ്യാത്ത് അല്ലാഹുമ്മ അത്തഹിയ്യാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അത്രയും ചൊല്ലിയിട്ട് സലാം വീട്ടാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യമായി മൈക്ക് നാട്ടിൽ നിന്നാവുമ്പോഴേ നമ്മൾ മൈക്കിന് ക്ലിക്കുമ്പോഴേക്ക് മൈക്ക് വേറെ ആളെ കയ്യിൽ പോകുന്നുണ്ട്. കുറച്ച് സാവകാശം കഴിഞ്ഞാലും മൈക്ക് കിട്ടില്ല. പിന്നെ അൽഹംദുലില്ലാഹ് കേൾവിക്കാർ ഉസ്താദിന്റെ കല്യാണത്തിന്, മകന്റെ കല്യാണത്തിനൊക്കെ പോയി റാഹത്തായി. നമ്മുടെ SGV ഒരു കൂട്ടം ആളുകൾ സംഗമം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി സന്തോഷത്തോടു കൂടി സത്യോസ്താവും ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയുള്ളൂ. പിന്നെ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ചോദ്യം ഇവിടെ വന്നത്, ളുഹർ നിസ്കാരത്തിൽ ഇമാമ് മുന്നേ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമോ എന്നാണ് ഒരു ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ മൈക്കറിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇമാമിന്റെ മുമ്പ് നയിക്കാരം ശരിയ ചോദ്യം. ബിരിയാണി കഴിച്ച ഊക്കില് പൗതിയെ കണ്ടിട്ടുള്ളൂ, മനസ്സിലായില്ലേ? കേൾവിക്കാരന്റെ മകന്റെ കല്യാണത്തിന്, കേൾവിക്കാരന്റെ കല്യാണത്തിന് പോയിട്ട് ബിരിയാണി അടിച്ച് അടിപൊളിയായിട്ട് പാഞ്ഞു വന്നപ്പോ ആ ബിരിയാണിന്റെ ആ ഉസാറ് കഴിച്ചത് ഇമാമിന്റെ ഫാത്തിഹയുടെ മുമ്പ് മൗമൂമിന്റെ ഫാത്തിഹ ഓതി തീർന്നാൽ കുഴപ്പമുണ്ടോന്നാ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. ശരിക്ക് വേണ്ടത് സുന്നത്തായ രീതി ഇമാമ് ഫാത്തിഹ ഓതി തീർന്നതിന്റെ ശേഷം ഫാത്തിഹ ഓതുന്നതാണ് നല്ലത്. ഇനി അതിന് സാവകാശം കിട്ടില്ല എങ്കിൽ ഇമാമിന്റെ അല്പം പുറകിലായിട്ട് പോകലാണ് ഉത്തമം.
ഇനി ഇമാമിന്റെ ഒന്നിച്ച് ആവുകയോ ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ തീരുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്നതല്ല, പക്ഷേ അത് ഉത്തമമല്ല. മനസ്സിലായില്ലേ? ഇമാമിന്റെ ഒപ്പത്തിനൊപ്പം ഓതലും ഉത്തമമല്ല, ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ മുമ്പിന്റെ അവസാനിക്കുന്നതും ഉത്തമമല്ല. എന്നാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. രണ്ടാമത് മടക്കി ഓതൽ വുജൂബും ഇല്ല. കഴിയുന്നതും ഇമാമ് ഓതി കഴിഞ്ഞതിന് ശേഷം ഓതുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇമാമിന്റെ തൊട്ട് പിന്നിലായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ഒന്നിച്ചാവുകയോ ഇമാമിന്റെ മുമ്പ് കഴിയുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല, ഫാത്തിഹ എണ്ണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മടക്കി ഓതൽ വുജൂബും ഇല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ് അന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് 50 ക്ലാസ്സാണ് ഖുലാസിന്റെ കിട്ടിയതെന്നാണ്. അതിനുശേഷം ഒരാളോട് ചോദിച്ച് ആരും ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഖുലാസിലുള്ള ഒരു സംശയമാണ് ഉസ്താദെ, ജമ്മുസലാത്തൈൻ്റെ ഒരു സംശയം. ഈ തഖ്ദീമിന്റെ ജമ്മില് ഒന്നാമത്തെ ഷർത്തായിട്ട് നിയ്യത്ത് ജംഇൻ ഫിൽ ഊല ഫി അവലിഹ ഔ അസ്നാഇഹ ഔമാ തഹല്ലുലിഹ വല്ലവൽ ഹുവൽ അഫ്ളു എന്നുള്ളത് ചെറിയൊരു സംശയമുണ്ട്. അതുപോലെ അതിന്റെ ഷർത്തിൽ 5-ാമത്തെ സിഹത്തുൽ ഊല എന്നുള്ളതുണ്ട്. അതൊന്ന് സാധനം ശരിയായിരിക്കുക. പിന്നെ ഒന്നും കൂടി ഉണ്ട് അതിലെ ബാക്കി. ഖുലാസ ഫുള്ള് ദർസ് നടന്നാണ്. അതൊക്കെ അതിന്റെ ഇതുണ്ടാവും. അതിന്റെ ആളുകളോട് ഒന്നുകൂടി ബന്ധപ്പെട്ടാൽ അറിയാം. ഖുലാസ ഫസ്റ്റ് മുതൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് അവസാനം വരെ ദർസ് നടന്നാണ്. തന്നെയല്ല, അവസാനിച്ചത് ബഹുമാനപ്പെട്ട ഖുലാസയുടെ മുസന്നിഫാവുന്ന നമ്മളെ പ്രിയപ്പെട്ട ബാവോസ്താദ് തന്നെ അന്ന് ക്ലാസ്സിൽ വരികയും ദുആത്ത് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും പൂർണ്ണമായി ഖുലാസന്റെ ദർസ് നടന്നിട്ടുണ്ട്. അത് കീജീരി അതിന്റെ അടുക്ക് DC ആയി എന്ന് അറിഞ്ഞ് അതിന് ഇവിടെ ഉണ്ടാവും, റെക്കോർഡ് ഉണ്ടാവും കീജീരി. പിന്നെ അപ്പോ അതൊക്കെ പറഞ്ഞു പോയതാണ്. അത് രണ്ടാമത് ആരോടെങ്കിലും ബന്ധപ്പെട്ട അതിന്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടും. ഏതായാലും ഇപ്പൊ ചോദിച്ചു ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ജമ്മാക്കുന്ന സമയത്ത് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ, അഥവാ ളുഹറിന്റെ സമയത്ത് അസറും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ, അതുപോലെ മഗ്രിബിന്റെ വഖത്തിൽ ഇശാവും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ, അങ്ങനെ മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അതിന്റെ ഷർത്തുകളിൽപ്പെട്ട ഷർത്ത് ഒന്നാമത്തെ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ നടാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ, അതും അല്ലെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്ന സമയത്തോ എങ്കിലും ഈ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യണം. അപ്പോ രണ്ടാമത്തെ നിസ്കാരത്തെ ഒന്നാമത്തെ നിസ്കാരത്തിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന നിയ്യത്ത് ചെയ്യേണ്ടത് ഒന്നാമത്തെ നിസ്കാരത്തിലാണ്. അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ നിസ്കാരത്തിൽ അങ്ങനെ കരുതൽ നിർബന്ധമാണ്. ഈ ഒന്നാമത്തെ നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് തുടങ്ങുമ്പോൾ തന്നെ ളുഹറിനെ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കിക്കൊണ്ട് ളുഹർ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി. ഇപ്പൊ നിയ്യത്തിന്റെ സമയത്ത് തന്നെ അസറിനെ മുന്തിച്ച് ജമ്മാക്കാൻ കരുതിയല്ലോ. ഇനി അങ്ങനെയല്ലെങ്കിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടോ റുക്കൂഇലോ അത്തയ്യാത്തിന്റെ ഇരുത്തത്തിലോ സുജൂദിലോ ഇടയിലെ ഇരുത്തത്തിലോ എപ്പമാണെങ്കിലും ളുഹറിലേക്ക് അസറിനെ മുന്തിച്ച് ജമ്മാക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യാം. അതുപോലെ തന്നെ മഗ്രിബിലേക്ക് ഇശാനെ മുന്തിച്ച് ജമ്മാക്കാൻ കരുതി എന്ന്. ഞാൻ അവിടെ ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ സലാം വീട്ടുന്ന സമയത്തെങ്കിലും ഈ ളുഹറിനേക്ക് അസറിനെ മുന്തിച്ച് ജമ്മാക്കുന്നു, മഗ്രിബിലേക്ക് ഇശാനെ മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതണം. ഇങ്ങനെ എപ്പോ കരുതിയാലും മതിയെങ്കിലും നിയ്യത്തിന്റെ സമയത്ത് കരുതലാണ് ഏറ്റവും നല്ലത്. ഇനി പിന്നെ പറഞ്ഞ എന്താ, ഒന്നാമത്തെ നിസ്കാരം സ്വഹീഹായിരിക്കണം എന്ന്. അതായത് മുന്തിച്ച് ജമ്മാക്കാൻ കരുതി ളുഹർ നിസ്കരിച്ചു. ളുഹർ നിസ്കരിച്ച്
ആ ളുഹർ നിസ്കാരത്തിൽ എന്ത് കരുതിയും ചെയ്ത് അസറിനെ മുന്തിച്ച് ജമാക്കാൻ കരുതി എന്ന് നിയ്യത്തും ചെയ്തു. അങ്ങനെ ളുഹർ സലാം വീട്ടി സുഹർ സലാം വീട്ടി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒന്നുമില്ല, ശരീരത്തില് ഒരു ഈച്ച ചത്തതുണ്ട്, ഇനി പറ്റിപ്പിടിച്ച് കിടക്കണം, അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ചത്തതുണ്ട്, ഇനി വസ്ത്രത്തിലോ ശരീരത്തിലോ പറ്റിപ്പിടിച്ചിരിക്കണം. അത് ആ വസ്ത്രം ഇപ്പത് അറിഞ്ഞിട്ടില്ല, എന്തോ തൊപ്പിയോ മറ്റോ, ഇനി അതവിടെ താഴെ എടുത്ത് വെച്ച് രണ്ടാമത് ഉടനെ വേഗം എന്താക്കി അസർ നിസ്കരിച്ചു. അസർ നിസ്കരിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ളുഹർ നിസ്കരിച്ച സമയത്ത് ധരിച്ചിരുന്ന തൊപ്പിയിൽ ഒരു ഉറുമ്പ് അല്ലെങ്കിൽ ഒരു ഈച്ച ചത്തത് പറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് എന്തായി, നജസ് ചുമന്നുകൊണ്ടാണ് ളുഹർ നിസ്കരിച്ചത് എന്നായി. അപ്പൊ ആ ളുഹർ സഹിയായിട്ടില്ല എന്നായി. അപ്പൊ ളുഹർ സഹിയായിട്ടില്ലെങ്കിൽ അതിന് ശേഷം നിസ്കരിച്ച അസറും സഹിയല്ല. അപ്പൊ മുന്തിച്ച് ജമാക്കൽ സഹിയാവണമെങ്കിൽ ഒന്നാമത്തെ നിസ്കാരം സഹീഹാണെന്ന് ഹുക്കുമ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മുന്തിച്ച് ജമാക്കിയ അസർ സഹിയാവുള്ളൂ. കാരണം എന്താ, ഈ ളുഹറിനെ തുടർന്നുകൊണ്ടാണ് അസർ സഹിയാകുന്നത്. ളുഹർ സഹി അല്ലെങ്കിൽ പിന്നെ തുടർന്നുകൊണ്ടുള്ള അസർ സഹിയാവൂലല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും. സാർ, നേരത്തെ തങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ഈ ബൈലക്സ് സലാം എഴുതി അയക്കുമ്പോൾ ഈ കത്തില് അയക്കുന്ന ഹുക്കും വരുമോ? കാരണം കത്ത് അയക്കുമ്പോൾ ഒരാൾക്ക് മാത്രമാണല്ലോ സാധാരണ അയക്കല്, ബൈലക്സിലാകുമ്പോൾ എല്ലാവർക്കും കൂടിയാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഹുക്കും വരികയാണെങ്കിൽ മടക്കൽ സുന്നത്ത് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞു. മൈക്കിൽ അസ്സലാമു അലൈക്കും. എഴുത്തൊരു കിനായത്താണ്. നിങ്ങൾ നാവ് കൊണ്ട് ചൊല്ലിയിട്ട് എഴുതിക്കോളി, അതാ നല്ലത്. നാവിപ്പോ വൈലക്സിലാണെങ്കിലും കത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. നാവ് കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, എന്നിട്ട് എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാവ് കൊണ്ട് പറഞ്ഞു, എന്നിട്ട് 786 എന്ന് എഴുതി. എന്നാലൊക്കെ അത് ഇതൊക്കെ സൂചനയാണ്, ഈ എഴുത്തുകൾ. നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞല്ലോ, ആ പറഞ്ഞത് വൈലക്സിലാണെങ്കിലും അങ്ങനെ തന്നെ. വൈലക്സിൽ എഴുതുമ്പോ അസ്സലാമു അലൈക്കും നിങ്ങൾ പറയുന്നു, എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് അടിക്കുന്നു. അപ്പൊ അടിക്കുന്നത് മാത്രല്ല, നിങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ മേൽ ദലീലായിട്ട് അലാമത്തായിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നു, ഇവിടെ അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് മടക്കൽ സുന്നത്തുണ്ടാണ്. അസ്സലാമു അലൈക്കും. നമ്മള് നിസ്കാരത്തിന്റെ ഇടയിൽ ചുമച്ചുകൊണ്ട് കഫം വരികയോ അല്ലെങ്കിൽ മൂക്കിലെ മ്ലാച്ചം കയ്യുമാവുകയൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് വിശദീകരിച്ചു. വലൈക്കും അസ്സലാം, അല്ലാഹു തആല ഖൈറാക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. കാരണം അതൊന്നും നജസല്ല, മനസ്സിലായേ? കാർക്കിച്ച് വരുന്ന കഫം, അതായത് ചുമയിലൊക്കെ മറ്റു പുറത്തു വരുന്ന കഫം, മൂക്കിൽ നിന്ന് വരുന്ന കഫം, അതൊന്നും നജസല്ല. നമ്മുടെ ഉമിനീര്, കഫം തുടങ്ങിയതൊന്നും നജസല്ല, അതൊക്കെ ത്വാഹിറാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. പക്ഷേ മ്ലേച്ഛ വസ്തുവാണ്, മലിനമല്ല, മ്ലേച്ഛ വസ്തുവാണ്. അതുകൊണ്ട് പള്ളിയിലാക്കാൻ പാടില്ല. പള്ളി എന്താണ്? ഒരു ഹുർമത്തുള്ള ബഹുമാനിക്കപ്പെടുന്ന വസ്തുവാണല്ലോ. അപ്പൊ ആ പള്ളിയിൽ നമ്മൾ തുപ്പലാക്കുക, അതുപോലെ തന്നെ നമ്മളെ മൂക്കുന്നുള്ളത് അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന ഈ കഫം, ഉമിനീര് പോലത്തത് പള്ളിയുടെ മുസല്ലകളിലൊന്നും ആക്കാൻ പാടില്ല. കാരണം അതൊക്കെ ബഹുമാനിക്കപ്പെടുന്ന മഹത്തറമായ വസ്തുക്കളാണ്. എന്നാൽ നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ മറ്റോ ആയാൽ അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ? നജസല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലത് വല്ല ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ചിട്ട് കീശയിൽ വെക്കാം. കീശയിൽ വെക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം നജസല്ല. പള്ളിയിലിടാൻ പാടില്ല. അത് പള്ളിയിലിടാൻ പാടില്ലാത്ത നജസായത് കൊണ്ടല്ല, മ്ലേച്ഛ വസ്തുവാണ്, പള്ളി ബഹുമാനിക്കപ്പെടുന്ന വസ്തുവാണ്. അപ്പൊ അതിനെ നിന്ദിക്കുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് പള്ളിയിലിടാൻ പാടില്ല. നജസല്ലാത്തത് കൊണ്ട് നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ടവല് കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടക്കുക മൂക്ക്. അതുപോലെ തന്നെ കഫം വന്നത് അതിലേക്ക് തുപ്പുക, എന്നിട്ട് അത് നമ്മളെ പോക്കറ്റിൽ വെച്ചാൽ മതി. നജസല്ലല്ലോ, നിസ്കാരത്തിന് കുഴപ്പമില്ല.
അസ്സലാമലൈക്കും ഉസ്താദേ, ഒരു ചോദ്യം. ഇപ്പോ സുബീഹില് 2-ാം റക്അത്തിൽ ഇമാമിനോട് തുടർന്നു. അപ്പൊ ആ റക്അത്തില് ഖുനൂത്ത് ഓതി. പിന്നെ അവന്റെ മസ്ബൂക്കായി ഒരു റക്അത്ത് നിസ്കരിക്കുന്ന ആ റക്അത്തില് ഖുനൂത്ത് ഓതാൻ മറന്നുപോയി. അപ്പോ പിന്നെ സലാം വിടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അതിനുശേഷം ദുആന്റെ മുമ്പ് ഒരു മിനിറ്റ് മൈക്ക് എനിക്ക് വേണം ഒരു കാര്യം പറയാൻ. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഡി സി ആല്ല കേട്ടോ. നേരത്തെ നല്ല ചൊർക്കിൽ പറഞ്ഞു. ഇനി അതൊന്നും കേൾക്കാൻ നിന്നില്ല. അതിന് മുമ്പ് ഡി സി ആയിപ്പോയി. അതിനിപ്പോ നിർത്തിയില്ല. അപ്പോ 2-ാം റക്അത്തിൽ തുടർന്ന് സുബഹിസ്കരിക്കുന്ന ഇമാമിനോട് 2-ാം റക്അത്തിൽ തുടർന്ന് ഇമാമിന്റെ കൂടെ ഖുനൂത്ത് ഓതി. പിന്നീട് പൂർത്തിയാക്കി തന്റെ ഒരു റക്അത്ത് പൂർത്തിയാക്കിയ സമയത്ത് ഖുനൂത്ത് ഓതാൻ മറന്നുപോയി. ആ മറന്നുപോയ സമയത്ത് ഖുനൂത്ത് പറഞ്ഞാ പിന്നെ സഹ്വിന്റെ സുജൂദ് വേണല്ലോ. ഇവിടെ ഇമാമിന്റെ കൂടെ സുജൂദ് ഓതിയത് കൊണ്ട് ഇയാള് സഹ്വിന്റെ സുജൂദ് ചെയ്യണോന്ന്? തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഇമാമിന്റെ കൂടെ ഓതിയ ഖുനൂത്ത് യഥാർത്ഥത്തിൽ ഇയാളുടെ ഖുനൂത്തായി പരിഗണിക്കപ്പെടൂല. കാരണം എന്താ? ഖുനൂത്തായി പരിഗണിക്കപ്പെടുക സുബഹിയുടെ അവസാനത്തെ റക്അത്തിലെ ഇത്തിദാലിലാണ്. ഇവൻ ആദ്യത്തെ റക്അത്തിലെ ഇത്തിദാലിലാണല്ലോ ഖുനൂത്ത് തുടർന്നത് ഇമാമിനോട്. അത് മുത്താബഅത്തിന് വേണ്ടിയിട്ടുള്ള ഖുനൂത്ത് എന്ന് പറയും. അതായത് ഇമാമിനോട് തുടരുക എന്നതാണ് ആ ഖുനൂത്തിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മളെ അബയാദ് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്തായ ഖുനൂത്ത് അല്ലാതെ അത് ഇമാമിനോട് തുടരാൻ വേണ്ടി എന്ന് പറയുന്ന ഖുനൂത്താണ്. അതുകൊണ്ട് 2-ാം റക്അത്തിലാണ് യഥാർത്ഥത്തിൽ ഇവന്റെ ഖുനൂത്ത്. അത് മറന്നുപോയാൽ ഖുനൂത്ത് ഒഴിവായതിന്റെ പേരിൽ സഹ്വിന്റെ സുജൂദ് ഉണ്ട്, സുന്നത്ത് തന്നെ. ഖുലാസെന്നാണെങ്കിലും ചോദിച്ചോളി. പക്ഷേ ഖുലാസന്റെ ക്ലാസ് എടുത്ത ഇത് ക്ലാസ് കാണണം. നെറ്റില് നമ്മളെ സൈറ്റിൽ ഉണ്ടാവും. അതിന്റെ ലിങ്ക് പരിചയമുള്ളവരോട് ചോദിച്ചാൽ അവര് തരും. അത് നോക്കലായിരിക്കും എളുപ്പം. എന്നാലും എന്തെങ്കിലും അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമലൈക്കും. എന്റെ ചോദ്യം എന്ന് വെച്ചാല് ഈ ബാത്റൂമിലൊക്കെ ക്ലോസറ്റ് ഉണ്ടാകാറില്ല. അപ്പൊ അവിടെ നിന്ന് ഒളിവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മുൻകൈയൊക്കെ കഴുകുമ്പോൾ ആ ദിക്ർ ചൊല്ലല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ, അതുപോലത്തെ ദിക്ർ ചൊല്ലാൻ പാടുണ്ടോ എന്നാണ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നത്. അസ്സലാമലൈക്കും. കക്കൂസുന്ന ദിക്ർ ചെല്ലുന്നത് ഖിറാഅത്താണ്. അപ്പൊ അവിടെ മനസ്സിൽ മാത്രം ചെല്ലിയാ മതി. ശരീരം കേൾക്കുന്നവർക്ക് ചെല്ലുമ്പോഴാണല്ലേ ചെല്ലാന്നറിയാം. അങ്ങനെ ചെല്ലാതെ നിന്നാ മതി, എന്നാ കുഴപ്പമില്ല. ഇനി അല്ലാതെ ചെല്ലിയ ഹറാമിന്റെ കുറ്റമൊന്നും കിട്ടൂല. പക്ഷേ ഖിറാഅത്താണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുലാസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ലഭിക്കാൻ നമ്മുടെ അഡ്മിൻ അബൂ റഫയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹത്തിന്റെ അടുത്ത് ഇതിന്റെ ലിങ്കുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ സൈറ്റിലുള്ളതിന്റെ പുറമെ സൈറ്റിൽ 50 ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിന്റെ ബാക്കി അബൂ റഫയുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. പിന്നെ ഞാൻ മൈക്ക് വേണമെന്ന് പറഞ്ഞത് നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായി പങ്കുകൊള്ളുന്ന അഡ്മിൻ കൂടിയായ അഖിലം വസൂൽ എന്ന ഐഡിയിൽ നിന്നുള്ള ആ കുടുംബത്തിലെ കുഞ്ഞുമോൻ 12 വയസ്സായ കുട്ടി ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് PM അയച്ചിരുന്നു. അത് ഇന്ന് രാവിലെ നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ദർസ് വിദ്യാഭ്യാസം തുടർന്ന് പഠിച്ചുകൊണ്ട് ഒരു നാഫിയ ആലിമായി അല്ലെങ്കിൽ ഉഖ്റവിയായ ഒരു ആലിമായി വളരാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾക്കും നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന ഒരു ആലിമായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട് രക്ഷിതാക്കള്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ അയച്ചിട്ടുണ്ട് ജലീൽ സഖാഫി ഉസ്താദിന്റെ ദർസിൽ തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ആ കുട്ടിയുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നാഫിയ ഇൽമ് ലഭിക്കാൻ വേണ്ടിയിട്ടും അത് എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയാൻ വേണ്ടിയാണ് മൈക്ക് ആവശ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കട്ട് വരുന്നുണ്ട് ഇടയ്ക്ക്. ശരിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നല്ല നാഫിയ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഓർമ്മശക്തിയും പഠിക്കാനുള്ള താല്പര്യവും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുകയും
നല്ല നാഫിയായ ഇൽമു കൊടുത്തുകൊണ്ട് ആ കുട്ടിക്കും കുടുംബത്തിനും മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന് തന്നെ ഉപകാരപ്രദമാവുന്ന നല്ലൊരു സ്വാലിഹായ ആലിമായ കുട്ടിയാക്കി അല്ലാഹു തആല ആ കുട്ടിയെ വളർത്തട്ടെ. ആ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അവർക്ക് മാത്രമല്ല, നമ്മുടെ ഈ ക്ലാസ് റൂമും ഇതിൽ നടക്കുന്ന ഖൈറായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഇപ്പൊ അത്തഹിയ്യാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈ ഉയർത്താൻ വിട്ടുപോയാല് അതിനുശേഷം കൈ ഉയർത്തിയാൽ സുന്നത്ത് ലഭിക്കുമോ? മൈക്കറിൽ ചെയ്യുന്ന. അസ്സലാമു അലൈക്കും. കൈ ഉയർത്തേണ്ടത് ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് ആ സുന്നത്ത്, അതിന്റെ ശേഷം ഉയർത്തൽ സുന്നത്തുണ്ടോ എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാണാതെ അങ്ങനെ പെട്ടെന്ന് പറയാനും കഴിയില്ല. ശേഷം പിന്നീട് ഉയർത്തൽ സുന്നത്തുണ്ടോ എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുന്നത്ത് ഇല്ലല്ലാ പറയുന്ന സമയത്ത് ഉയർത്തലാണ്. അസ്സലാമു അലൈക്കും. ഈ ഉംറക്ക് പോണ സമയത്ത് ഉംറക്ക് നമ്മൾ ഉളു എടുക്കുമ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ഉളു ചെയ്യേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും. ഉംറക്ക് പോകുമ്പോഴായിട്ട് എന്താ ഇസ്ലാം എന്ന് വേറെ, എപ്പോഴും ഒരു ഇസ്ലാം തന്നെ. 4 മദ്ഹബും സഹീഹാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമം ഷാഫി മദ്ഹബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഷാഫി മദ്ഹബിനെ തെരഞ്ഞെടുക്കുന്നു. ഇതാണ് മദ്ഹബ് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇഖ്തിയാർ ചെയ്യാന്ന്. അതായത് ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ഇസ്ലാമിൽ അംഗീകൃതരായ മുജ്തഹിദീങ്ങളും ആകുന്നു. നമ്മളോട് അല്ലാഹു തആല പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല അഥവാ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്തിഹാദ് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്താൻ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അത്തരം കഴിവുള്ള ആളുകളോട് ചോദിച്ച് അവർ പറഞ്ഞതനുസരിച്ച് ചെയ്തോളൂ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് മദ്ഹബ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നീ 4 പ്രമാണങ്ങളിൽ നിന്നും നിയമപരമായി ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കണ്ടെത്താൻ കഴിവുള്ള യോഗ്യരായ ഇമാമിയങ്ങളാണ് എന്ന്. അതുകൊണ്ട് ആ 4ഉം ശരിയാണ്. പക്ഷേ എന്നാ പിന്നെ 4ഉം കൂടി എടുക്കാൻ കഴിയുമോ? അതെന്തായാലും കഴിയൂലല്ലോ. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നെടുക്കുക. അതിൽ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ഷാഫി മദ്ഹബാണ്. അതിന് പല കാരണങ്ങളും ഉണ്ട്, ഒക്കെ വിശദമായി പറയേണ്ട പല കാരണങ്ങളും ഉണ്ട്. അതിൽ ഒന്ന്, മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു ഖുറൈശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടുള്ളതാണ്. ഖുർആൻ അല്ലാഹു തആല ഇറക്കി കൊടുത്ത അവന്റെ വചനമാണെങ്കിൽ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്, അള്ളാഹു ഇറക്കി കൊടുത്ത വഹ്യുമാണ്. ഇത് നബി തങ്ങളുടെ കുടുംബക്കാർക്ക് ആഴത്തിൽ അറിയുന്നത് പോലെ പുറമുള്ളവർക്ക് അറിയാൻ കഴിയില്ല. അവ സ്വാഹിബുൽ ബൈത്തി അദ്റ എന്ന ഒരു വീട്ടുകാര്യം വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. അങ്ങനെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ആലിമ ഖുറൈശി അംലൗ തിബാഖൽ അർദി ഇൽമാ, ലോകം മുഴുവനും ഖുറൈശിയായിരിക്കുന്ന ഒരു ആലിം ഇൽമു കൊണ്ട് നടക്കും എന്ന് പറഞ്ഞത് കൊണ്ടും അല്ലാതെ സമഗ്രത കൊണ്ടും ശാസ്ത്രീയത കൊണ്ടും ഒക്കെ ഷാഫി മദ്ഹബാണ് മറ്റു മദ്ഹബുകളെക്കാൾ പ്രമാണയോഗ്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് തെരഞ്ഞെടുക്കുന്നു എന്ന് പറയും. മറ്റൊക്കെ തെറ്റാണെന്നല്ല, എല്ലാം ശരിയാണെങ്കിലും കൂടുതൽ അർഹതപ്പെട്ട ഇതാണെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷാഫി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇനി മരിക്കോളും ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ അമൽ ചെയ്തോളുന്നുണ്ടോ? ഇല്ല. ഒരു വിഷയത്തിൽ മറ്റു 4ൽപ്പെട്ട ഏതൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഷർത്ത് ആ മദ്ഹബിനെ ഇഖ്തിയാർ ചെയ്യണം എന്ന. അത് മനസ്സിലായ നിങ്ങൾക്ക് ആർക്കെങ്കിലും?
ഇഖ്തിയാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ആ മദ്ഹബ് പറയുന്നതാണ് മറ്റെല്ലാ മദ്ഹബുകളെക്കാട്ടിലും ശരി എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അതാണ് ഇഖ്തിയാർ ചെയ്യാന്ന് പറയുന്നത്. ഉദാഹരണം, ഹനഫി മദ്ഹബാണ് ഉംറയുടെ വിഷയത്തിൽ ഷാഫി മദ്ഹബിനേക്കാൾ ഉത്തമമായത്, അതാണ് കൂടുതൽ ശരി എന്ന് നിങ്ങൾ മനസ്സാൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ മദ്ഹബിനെ ഇഖ്തിയാർ ചെയ്തു. ഇഖ്തിയാർ ചെയ്തു കഴിഞ്ഞാൽ ഇനി ആ മദ്ഹബ് അനുസരിച്ച് ഉംറയുടെ വാജിബാത്തുകള്, അർക്കാനുകള്, ആദാബുകള്, അതിൽ വരുന്ന മുഹറമാത്തുകള്, അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിട്ട് ആ ഷർത്തും ഫർദും അനുസരിച്ച് ചെയ്യുകയും ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ചോ മാലിക്കി മദ്ഹബ് അനുസരിച്ചോ ഹംബലി മദ്ഹബ് അനുസരിച്ചോ നിങ്ങൾക്ക് ഉംറ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് വുദു എടുത്തപ്പോ ഹനഫി മദ്ഹബ് അനുസരിച്ച്, വുദു മുറിയുന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴോ ഷാഫി മദ്ഹബ് അനുസരിച്ച്, തവാഫ് ചെയ്തപ്പോഴോ മാലിക്കി മദ്ഹബ് അനുസരിച്ച്, സൈ ചെയ്തപ്പോഴോ ഹംബലി മദ്ഹബ് അനുസരിച്ച്. അതാകെ ഔലും കഞ്ഞിയാകാഴ്ച, ഒന്നിനും അത് പറ്റൂല. മനസ്സിലായില്ലേ? അങ്ങനെ പാടില്ല. വുദു എടുക്കുമ്പോ മാത്രം ഹനഫി, തവാഫ് സൈ ചെയ്യുമ്പോഴോ ഷാഫി. അത് നടക്കൂലല്ലോ, അത് നടക്കൂല. കാരണം എന്താ? വുദു ഒരു മദ്ഹബ് അനുസരിച്ച്, തവാഫ് വേറൊരു മദ്ഹബ് അനുസരിച്ച്. ഈ മദ്ഹബുകാരോട്, ഈ തവാഫ് ചെയ്ത മദ്ഹബുകാരോട് ഇയാളുടെ വുദു സഹിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇയാൾ വുദു ചെയ്ത മദ്ഹബുകാരോട് ഇയാൾ തവാഫ് ചെയ്തത് ശരിയാണോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ അയാൾക്ക് വുദു ഇല്ല, തവാഫും ഇല്ല. അതൊന്നും പറ്റൂല. ഇഷ്ടമുള്ള നാലിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഇഖ്തിയാർ ചെയ്താൽ ആ അമല് മരണം വരെ വേണമെന്നല്ല, ആ ചെയ്യുന്ന അമല് പൂർത്തിയാവുന്നത് വരെ ആ മദ്ഹബ് അനുസരിച്ച് അതിന്റെ ഷർത്തുകളും ഫർദുകളും മനസ്സിലാക്കി അത് ചെയ്യുകയും അതിൽ ഹറാമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഒഴിവാക്കുകയും ചെയ്യാൻ പറ്റണം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാതെ ഉംറക്ക് എന്നല്ല, എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ടല്ലോ, അപ്പൊ 13, 14, 15 എടുക്കണം. അത് ഒരാളൊന്ന് വിട്ടുപോയാൽ അത് പിന്നീട് വീട്ടിൽ സുന്നത്തുണ്ടോ? പ്രത്യേകിച്ച് ആ 3 ദിവസത്തിനുള്ള പ്രാധാന്യം, ആ പ്രാധാന്യം വെച്ചിട്ട് അത് പിന്നീട് ഖളായിട്ട് വിടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറ്റും തങ്ങളോ? അപ്പ അങ്ങനെ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അതായത് പതിവുള്ള ആളുകൾക്ക് മുഅക്കദായ സുന്നത്തായ ഒരു കാര്യം പതിവാക്കി കൊണ്ടുവരുന്ന ആൾക്ക് വല്ല സംഗതി വശാലും അന്നത് ചെയ്യാൻ പറ്റാതിരുന്നാൽ പിന്നീട് അത് ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ഉദാഹരണം, ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, മുഹറം 9 10 നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ്, ഇതൊക്കെ പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ച് സംഗതി വശാൽ ആ ദിവസത്തിൽ അത് നിർവഹിക്കാൻ കഴിയാതിരുന്നാൽ മറ്റൊരു സമയത്ത് അത് ഖളാ വീട്ടാം എന്നല്ല, ഖളാ വീട്ടൽ സുന്നത്താണ്. ഓക്കെ. ഹലോ, അത് ഈ വസ്വാസം ഇല്ലാതിരിക്കാൻ എന്താണ് പോകാൻ വഴി? മൈക്ക് റിലീസ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. വസ്വാസില്ലാതിരിക്കാൻ പ്രധാനമായി ചില ദുആകൾ ഉണ്ടാകും. മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞു, ഇനിയിപ്പോ നോക്കി പറഞ്ഞു. ആ ദുആകളൊക്കെ ചെയ്യുക. റബ്ബി അഊദു ബിക മിൻ അമദാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് തുടങ്ങുന്ന ദിക്റുകൾ ചൊല്ലി, അഊദും ബിസ്മിയും ചൊല്ലി പരമാവധി അള്ളാഹുവിനോട് ഇത്തരം ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാവല് തേടി, പിന്നീട് ആ തോന്നലുകൾ വെറുതെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നിൽ നമ്മൾ തുടരാതിരിക്കുക. ഷൈത്താൻ നമ്മളെ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ കൂലി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉസ്വാസിന്റെ പിന്നിൽ പോകാതിരിക്കുക. അതിനുള്ള പ്രത്യേക ദുആകളും ദിക്റുകളും ഒക്കെ ഉണ്ട്. അത് പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് ക്രമേണ മാറിക്കിട്ടും. സമയം ഏതാണ്ട് ആയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യമായി ചോദ്യകർത്താക്കളൊന്നും ഇല്ലാണ്, അതുകൊണ്ട് ഇനി നീട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം ഇല്ലല്ലോ. UAE-കാരൊക്കെ ഇതിലെ പോയി അറിഞ്ഞ UAE-കാരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെ എത്തേണ്ട സമയമായിന്.
ഏതായാലും 5 മിനിറ്റ് ഉണ്ടാ ആകെ. വേണമെങ്കിൽ ഒരു ചോദ്യമൊക്കെ ചോദിക്കാം. ഒറ്റ ചോദ്യം, 5 മിനിറ്റ് സമയമുണ്ട്. ഉസ്താദ്, ജമാഅത്ത് നടക്കുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് പള്ളി നിസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ നിസ്കാരത്തിലേക്ക് നമ്മൾ പങ്കെടുക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. ആ പറ്റുമല്ലോ. നമ്മൾ ഫർളായ നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചൊക്കെയാണെങ്കിലും ഇനി ജമാഅത്തായി തന്നെ നിസ്കരിച്ചൊക്കെയാണെങ്കിലും ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ ഒരു ജമാഅത്ത് നടക്കുന്നത് കണ്ടാൽ ആ ജമാഅത്തിനെ തുടർന്ന് നിസ്കരിക്കൽ സുന്നത്തുണ്ട് 1 പ്രാവശ്യം. അതിന് ഈ ആദത്ത് എന്നാ പറയാം, മടക്കി നിസ്കരിക്കുക. രണ്ടാമത് ആദ്യത്തെ ജമാഅത്താണെങ്കിലും അല്ലെങ്കിലും ഒറ്റക്കാണെങ്കിൽ പ്രത്യേകിച്ചു ഒരു ജമാഅത്ത് പള്ളിയിൽ നടക്കുന്നത് കണ്ടാൽ ആ ജമാഅത്തിൽ തുടർന്ന് രണ്ടാമത് ഒരിക്കൽ കൂടി നിസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. പക്ഷേ ഫർളായി നമ്മളിത് പരിഗണിക്കുക ആദ്യത്തെ നിസ്കാരം തന്നെയാണ്. രണ്ടാമത്തേന് സുന്നത്തിന്റെ കൂലിയാണ് കിട്ടുക. എന്നാലും അങ്ങനെ 1 പ്രാവശ്യം മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിൽ പ്രത്യേക നിയ്യത്ത് എന്തെങ്കിലും വെക്കണുണ്ടോ ഉസ്താദ്? അല്ലെങ്കിൽ നിസ്കരിക്കാതെ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പൗതിയായുള്ളൂ. അപ്പൊ ഇതിന് മൈക്ക് പോയതാ, ചോദ്യം പൂർത്തിയായില്ല. ഹലോ, എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിസ്കാരത്തിൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് അതിലെ മറ്റേ വാതിലിന്റെ സൈഡുള്ള വാതിലൂടെ പുറത്തേക്ക് പോയാൽ അപ്പോൾ ആള് ഒഴിവ് വന്നില്ലേ? അങ്ങനെ ഒഴിവ് വന്നാൽ ബാക്കിലുള്ളവരുടെ ജമാഅത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമെന്നാണ്. അസ്സലാമു അലൈക്കും. ഒരു മറയുടെ നേരെ നിന്ന് നിസ്കരിച്ച മനുഷ്യൻ ഇടക്ക് വെച്ച് മറ നഷ്ടപ്പെട്ടാൽ അവൾക്ക് അതുകൊണ്ടൊരു കുഴപ്പം വരാനില്ല. അതേസമയത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പം മറയില്ലാതെ നിൽക്കുമ്പം അതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടും. നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ മറയുടെ അടുത്ത് തന്നെയാണ് നിന്നത്, അപ്പൊ അവന്റെ അടുക്കൽ യാതൊരു വീഴ്ചയും ഇല്ല. പിന്നീട് ഇടക്ക് നിസ്കാരം കഴിഞ്ഞ ആള് പോയപ്പോ അവിടെ ഒഴിവ് വന്നതാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇവന്റെ അടുക്കൽ വീഴ്ച ഇല്ലല്ലോ. സ്ത്രീകളെ സ്കാൻ ചെയ്താല് കുളിക്കണ്ട ഇതുണ്ടോ എന്നുള്ളൊരു സംശയം ചോദിച്ചാണ്. സ്കാൻ മനസ്സിലായിട്ടുണ്ടെന്നായിരുന്നു. സ്കാൻ ചെയ്യുമ്പോൾ അകത്ത് ആവുമല്ലോ, അപ്പോൾ അതിനെങ്ങനെ കുളി നിർബന്ധമാവും എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. കുളി നിർബന്ധമാവുന്ന അവസ്ഥ വരണമെങ്കിൽ മനിയ് പുറപ്പെടണം, അല്ലെങ്കിൽ കുളി നിർബന്ധമാവുന്നില്ലല്ലോ. കാരണം ഇതിന്റെ അകത്തേക്ക് മെഷീനായി പ്രവേശിപ്പിക്കുന്നുണ്ടോ എനിക്കറിയില്ല. എങ്ങനെ പെണ്ണുങ്ങളെ സ്കാൻ ചെയ്യലെന്ന് ഇപ്പൊ നമുക്കറിയില്ലല്ലോ. നമ്മളെ സ്കാൻ ചെയ്യുമ്പോൾ വയറ്റിന്റെ മുകളിലാണ്, അടിവയറ് വരെ ആ സാധനം ഇങ്ങനെ നടത്തുന്നല്ലാതെ മാറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്കൊരിക്കൽ സ്കാൻ ചെയ്തിരുന്നു ചെറിയൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അത് വയറ്റത്ത് മുഴുവനും അതിന്റെ അടിവയറ് വരെ ആ സാധനം അങ്ങനെ നടത്തുന്നുണ്ട് എന്നല്ലാതെ ഇനി സ്ത്രീകളുടേത് അതിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് കുളി നിർബന്ധമാവില്ല. അത് മുഖേന സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കുളി നിർബന്ധമാവുള്ളൂ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉസ്താദേ, ഞാൻ ചോദിച്ച ഈ നെരിയാണിന്റെ താഴെ കന്തൂറ ഇട്ട് നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയാവോ? അത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ല നിൽക്കുന്ന സമയത്ത്, മമ്മുമായി നിൽക്കുന്ന സമയത്താണ് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് പോയാനും കഴിഞ്ഞില്ല. അപ്പൊ ആ സംശയം ഇങ്ങനെ മനസ്സിലിങ്ങനെ ദ്വാവസ്ഥയത്തോടെ. അസ്സലാമു അലൈക്കും. നിസ്കാരം ചെയ്യാവും, നിസ്കാരം ചെയ്യാണതിന് കുഴപ്പമൊന്നുമില്ല. നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഉടുക്കുന്നത്
അതൊരു ഒരു അന്തസ്സിന്റെ പേരിൽ പവറിന് വേണ്ടിയാണെങ്കിൽ ഹറാമും, യാദർച്ഛികമായി സംഭവിച്ചതാണെങ്കിൽ കറാത്തുമാണ്. ഏതായാലും അത് പതിവായി ചെയ്യുന്നവരെ തുടരൽ സുന്നത്തില്ല, ഫാസിഖായി തീരും. എന്നാൽ തുടർന്നാൽ നിസ്കാരം സഹിയാവും. മൗമൂമിന്റെ നിസ്കാരം സഹിയാവാതിരിക്കുകയില്ല, നിസ്കാരം സഹിയാണ്. ഓക്കെ, സമയം അങ്ങെത്തിന്ന് ബാങ്ക് കൊടുക്കാനായി അവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെറുപ്പസ്ഥ, എന്താ സമയം കഴിഞ്ഞാണല്ലോ ബാങ്ക് കൊടുക്കാനായി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ PMKFIC ഉസ്താദ് അവരുടെ വഫാത്തിന്റെ മാസമാണിത്. ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. ഈ മാസത്തിലാണ് വഫാത്തായത്. കൂടി ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് റജബ് 15-നാണ്. 5 കഴിഞ്ഞെങ്കിലും മാസം തന്നെയാണ്. ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയാണ്. അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടും പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന മഹാനായ PMKFIC വഫാത്തായ